ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 വ്യത്യസ്തമായ രീതിയിലുള്ള ഓറിയോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ ഓറിയോ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ക്രീം കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ സിമ്പിളായിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിലെ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡിയായി. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോക്ലേറ്റ് ഓറിയോ മിൽക്ക് ഷേക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമൊന്നും ഒഴിവാക്കിയിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം തോന്നി. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഗാലക്സിയുടെ ചോക്ലേറ്റ് ആയിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാല് കട്ടയാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കുറക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇതിൽ ചോക്ലേറ്റ് ചേർക്കുന്നതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ച് ഐസ്ക്രീമും 2 ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം. ഹെർഷീസ് ഓറിയോ മിൽക്ക് ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിക്കാം. പാല് കട്ടയാക്കിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഹെർഷീസിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമുക്ക് ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിൽ ഹെർഷീസിൻ്റെ സിറപ്പ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് മുകളിൽ ഹെർഷീസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ജ്യൂസ് ഇതായിരുന്നു. ഈ ലാസ്റ്റിൽ ഉണ്ടാക്കിയ ഹെർഷീസിൻ്റെ വിത്ത് ഓറിയോയും കൂടെ ചേർത്തിട്ടുള്ള ഈ ജ്യൂസ് അതിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടേസ്റ്റ് എനിക്കിഷ്ടമായത് നമ്മൾ ഫസ്റ്റ് സിമ്പിളാക്കി ഉണ്ടാക്കിയ ആ ജ്യൂസായിരുന്നു. കുട്ടികൾക്കും അങ്ങനെ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് ഇട്ടിട്ടുള്ളത് അത്ര ഒരു വലിയ ഇഷ്ടം ആർക്കും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായതെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.